കൊച്ചിയിൽ വ്യാജരേഖകൾ ചമച്ച് അവയവദാന തട്ടിപ്പ് നടത്തിയ കേസിൽ അന്വേഷണം ശക്തമാക്കാൻ പോലീസ്. പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇന്ന് രൂപം നൽകും. അന്വേഷണം ഇതര ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാനാണ് നീക്കം. മെഡിക്കൽ ടൂറിസം കമ്പനിയുടെ മറവിൽ അവയവദാന തട്ടിപ്പ് നടന്നിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അവയവ കൈമാറ്റമടക്കം കമ്പനി വാഗ്ദാനം ചെയ്തിരുന്നതായും വിവരമുണ്ട്. മുഖ്യപ്രതി നജീബിനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസും ഇറക്കി. ഇയാൾ രാജ്യം വിട്ടുപോകാൻ സാധ്യതയുള്ളതിനാലാണ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയത്. നജീബിന്റെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണമാണ് നടക്കുന്നത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഇന്നലെയാണ് ഈ വിവരങ്ങൾ പുറത്തു വരുന്നത്. അതായത് പോലീസിന്റെ ഒരു മിന്നൽ പരിശോധന വിവിധ കേന്ദ്രങ്ങൾ, വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് അവിടെ ഹൈബീഡൻ, കെ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള MP-മാരുടെ, MLA-മാരുടെ, പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ള പല പ്രമുഖരുടെയും സീലുകൾ, ഒപ്പുകളൊക്കെ വ്യാജമായി നിർമ്മിച്ച് അവിടെ വ്യാജരേഖകൾ ചമച്ച് നടത്തിയ വലിയൊരു തട്ടിപ്പാണ്. ഇതിന് പിന്നിൽ വൻ റാക്കറ്റ് ഉണ്ടെന്നാണ് വിവരം. മുഖ്യപ്രതികളടക്കം ഒരു ദമ്പതികളടക്കം പിടികൂടിയിട്ടുണ്ട്. അതിനിടെയാണ് നജീബിനായി, അതായത് ഈ റാക്കറ്റിലെ പ്രധാനിയായിട്ടുള്ള നജീബിനായി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ കണ്ടെത്തൽ എന്തൊക്കെയാണ്? പോലീസിന്റെ ഒരു സ്പെഷ്യൽ ടീം ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഇത് രൂപീകരിക്കുക, അന്വേഷണ സംഘത്തെ രൂപീകരിക്കുക എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. അതിൽ കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ അന്വേഷണത്തിന്റെ ചുമതലയിലേക്ക് വരും. പ്രത്യേകിച്ച് ഈ അവയവ കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആശുപത്രികൾ, അതോടൊപ്പം തന്നെ ചില സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം തന്നെ നിലവിൽ നിരീക്ഷണത്തിലുണ്ട് എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. കൊച്ചിയിലെയും അതോടൊപ്പം തന്നെ കൊച്ചിക്ക് പുറത്തുമുള്ള ചില ആശുപത്രികളടക്കം ഇവരുമായിട്ട് സഹകരിച്ചിരുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുത. എന്നാൽ ഇതിലേക്ക് കൂടുതൽ അന്വേഷണം എത്തേണ്ടതുണ്ട്. ഇതിൽ അവയവദാനം എന്ന് പറയുന്നത് സംസ്ഥാനത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾക്ക് അനുസൃതമായി മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് രക്തബന്ധമുള്ളവർക്ക് ഈ കാര്യങ്ങളിൽ മറ്റ് തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് വരാം. പക്ഷേ മറ്റു രീതികളിലാണെങ്കിൽ അത് നിലവിലെ നിയമങ്ങൾ അനുസരിക്കപ്പെടേണ്ടതുണ്ട്. ഇത് മറികടക്കുന്നതിന് വേണ്ടിയാണ് ഈ വ്യാജമായ രീതിയിലുള്ള ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും അടക്കം വലിയൊരു കൂട്ടം ആളുകളുടെ വ്യാജ രേഖകൾ ഉണ്ടാക്കുന്നത്, അവരുടെ ലെറ്റർ ഹെഡുകളടക്കം നിർമ്മിക്കുകയും ചെയ്യുന്നത്. ഇവർക്ക് നിലവിൽ ഈ സംഘത്തിന്റെ ഒരു രീതി എന്നത് പോലീസ് പറയുന്നത്, ഇവർക്ക് ആരുടെയെല്ലാമാണ് സമ്മതപത്രം വേണ്ടത്, അതായത് ഇവർ സംഘടിപ്പിക്കുന്ന ഈ ഇരകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ആളുകൾ, അവരെ ഇതിലേക്ക് കൊണ്ടുവരികയും അവരെ പണം ഉറപ്പ് വരുത്തുകയും ചെയ്യുന്നു. അവയവം സ്വീകരിക്കുന്നവരിൽ നിന്ന് ഇവർക്ക് നൽകാനുള്ള പണത്തുക എത്രയെന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ ഒരു ഉറപ്പ് വരുത്തുകയും അത്തരം കാര്യങ്ങളിൽ ധാരണയുണ്ടാക്കുകയും എല്ലാം ചെയ്യും. അതിനുശേഷം ഇത് മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷമാണ് അവർ സഹകരിക്കുന്ന ആശുപത്രികളിലായിരിക്കും ഇത് നടത്തുന്നത്. അത് മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം ഇതിൽ നിയമപ്രകാരമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പലരുടെയും അനുമതി പത്രവും അത്തരം ശുപാർശ കത്തുകളും അടക്കം വേണം. അത് ജനപ്രതിനിധികൾ മുതൽ ഉദ്യോഗസ്ഥർ വരെ നീളുന്ന വലിയൊരു വിഭാഗത്തിന്റെ ഇത്തരം കാര്യങ്ങൾ വേണ്ടതാണ്. ആരുടെയൊക്കെ വേണമോ അവരുടെ എല്ലാം തന്നെ അനുമതി പത്രങ്ങളെല്ലാം തന്നെ വ്യാജ ലെറ്റർ ഹെഡ് ഉപയോഗിച്ചുകൊണ്ട് ഇവർ അത് നിർമ്മിക്കുകയാണ് ഈ സംഘത്തിന്റെ രീതി. നിലവിൽ 5 പേരാണ് ഈ കേസിൽ അറസ്റ്റിലായിട്ടിരിക്കുന്നത്. ഈ 5 പേരും ഇത്തരം ഈ ലെറ്റർ ഹെഡ് നിർമ്മിക്കുന്നവയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് രേഖകൾ ഉണ്ടാക്കുന്നവരോ മാത്രമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിന്റെ സൂത്രധാരൻ എന്ന് പറയുന്ന നജീബ് ഇതുവരെയും പോലീസിന്റെ പിടിയിൽ ആയിട്ടില്ല. അയാൾക്ക് വേണ്ടിയുള്ള ഒരു ലുക്കൌട്ട് നോട്ടീസ് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇയാളുടെ ഭാര്യയും ഈ കേസിൽ പ്രതിയാണ്. എന്തായാലും ഈ കേസിൽ അന്വേഷണം ഊർജിതമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നതാണ് റൂറൽ SP സുദർശൻ അറിയിച്ചിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. വൈകാതെ നജീബ് അടക്കം പിടിയിലാകുമെന്ന് തന്നെയാണ്. നജീബ് ഒരു ആഡംബര ജീവിതം നയിച്ചിരുന്നയാളായിട്ടാണ് ആ പരിസരത്തുള്ളവർ തന്നെ, അയാളുടെ ഫ്ളാറ്റിലുള്ളവരെല്ലാം തന്നെ പറയുകയും ചെയ്യുന്നത്. വില കൂടിയ കാറുകൾ, വിദേശ കാറുകളടക്കം പലപ്പോഴും ഇയാൾ ഉപയോഗിക്കുന്നു. പല സംസ്ഥാനങ്ങളുടെ രജിസ്ട്രേഷനുള്ള വാഹനങ്ങൾ പല തവണ മാറി വരുന്നതും എല്ലാം ഇവർക്ക് കാണാമായിരുന്നു എന്നതാണ് ആ പരിസരത്തുള്ളവർ എല്ലാം തന്നെ പറയുന്നത്. വലിയ രീതിയിലൊരു പണം ഇയാൾ ഈടാക്കിയിരുന്നു, ഇയാൾക്ക് സമ്പാദിച്ചിരുന്നു ഈ രീതിയിലൂടെ എന്ന് പറയുന്നു. വലിയൊരു തുക ഇടപാടുകാരിൽ നിന്ന്, അതായത് ഈ
അവയവം സ്വീകരിക്കുന്നവരിൽ നിന്ന് ഈടാക്കുകയും അതിൽ കാര്യമായ ഒരു തുക ഇരയ്ക്ക്, അതായത് അവയവം നൽകുന്നവർക്ക് നൽകാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു മധ്യവർത്തി എന്ന രീതിയിലാണ് ഇയാൾ ഇടപെടുകയും ചെയ്യുന്നത്. വരാപ്പുഴ സ്വദേശിയായ ഒരാളുടെ പരാതിയിലാണ് ഇപ്പോൾ ഉള്ള ഈ ഡാനി, അങ്ങനെയെങ്കിൽ ഇതിന്റെ മറവിൽ വലിയൊരു തട്ടിപ്പ് നടന്നിട്ടുണ്ടാകാം അല്ലേ? കാരണം ഇത് തട്ടിപ്പിന്റെ രീതി എങ്ങനെയാണെന്ന് വ്യക്തമായിട്ടുണ്ട്. വ്യാജരേഖ ചമച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയെങ്കിൽ വലിയ ലക്ഷങ്ങളുടെ കോടികളുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ടായിരിക്കാം. എത്ര പേർ ഇതേ രീതിയിൽ ഈ വ്യാജരേഖകൾ ചമച്ച് വ്യാപകമായി ഈ അവയവദാന തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നാണോ കണ്ടെത്തലുകൾ? ഇതിന് പിന്നിൽ ആരൊക്കെയാണ്? ഒരു വലിയ നെറ്റ്വർക്ക്, കാരണം അത് എറണാകുളം ജില്ലയിൽ മാത്രം നിൽക്കുന്നൊരു തട്ടിപ്പല്ല, മറ്റു പല ജില്ലകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. വലിയൊരു നെറ്റ്വർക്ക് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് കേട്ടോ. കാരണം വലിയൊരു നെറ്റ്വർക്ക് ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെയും ഇത്തരം ഒരു കേസുകൾ ആലുവ കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു. അത് NIA അടക്കം വന്ന അന്വേഷണത്തിലേക്ക് വന്നതാണ്. ഇറാൻ കേന്ദ്രീകരിച്ചും എല്ലാം തന്നെ ഇതിന്റെ ഒരു അന്വേഷണം പോയതായിട്ട് അന്ന് ഉണ്ടായിരുന്നു. പക്ഷെ ആ അന്വേഷണവും പാതി വഴിയിൽ നിലയ്ക്കുകയാണ് ഉണ്ടായത്. വലിയ ആളുകൾ ഇതിൽ ഉൾപ്പെടുന്നു എന്നതാണ്. പ്രത്യേകിച്ച് ഇതിൽ ഒരു കാര്യം ഉറപ്പാണ്, അന്ന് കേരളത്തിന് പുറത്തുള്ള ആശുപത്രികളായിരുന്നു ഇതിൽ ഉണ്ടായിരുന്നത്. അവിടേക്ക് ആളുകൾ എത്തിക്കുകയും മറ്റ് അവയവ കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ നടത്തുകയും അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. ഗൾഫ് മേഖലയിൽ നിന്നുള്ളവർക്ക് വേണ്ടിയായിരുന്നു കൂടുതലായും. ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ കേന്ദ്രീകരിച്ചൊക്കെയായിരുന്നു അന്ന് അന്വേഷണം നടന്നിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഉള്ള ആശുപത്രികൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ശക്തമാക്കേണ്ടതുണ്ട്. നിലവിൽ പോലീസ് നൽകുന്ന സൂചനകൾ അതാണ്. കാരണം കൊച്ചിയിലടക്കം ഇത്തരം ശസ്ത്രക്രിയകൾ നടന്നിട്ടുണ്ട് എന്നതാണ് പോലീസിന്റെ പ്രാഥമികമായ അനുമാനം. പരിശോധന ചില രേഖകളടക്കം ആശുപത്രികളുടേതടക്കം ചില രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ പോലീസിന് ഒരു സംശയം, ഇത്തരം രേഖകളും ആ രീതിയിൽ തന്നെയുള്ളതാണോ? അപ്പോൾ ഇവിടെ ഒരു സർജറി നടന്നിട്ടുണ്ടെങ്കിൽ അതടക്കം ആശുപത്രിയുമായി ബന്ധപ്പെട്ട രേഖകളിൽ നിന്ന് ഉറപ്പുവരുത്തണം. എങ്കിൽ മാത്രമേ അതവിടെ നടന്നിട്ടുണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ വലിയ രീതിയിലുള്ള പരിശോധനകളടക്കം ഇവിടെ ആവശ്യമാണ്. ചില ആശുപത്രികൾ കേന്ദ്രീകരിച്ച് അത്തരം ചില പരിശോധന നടക്കുന്നു എന്നതും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ റാക്കറ്റ് ഇതിന്റെ പിറകിലുണ്ട് എന്നത് വ്യക്തമാണ്. അതിൽ ഏത് രീതിയിൽ വരെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നതാണ് ഇനി ബാക്കി നിൽക്കുന്ന ചോദ്യം. ടോം, കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. വ്യാജരേഖകൾ ചമച്ച് അവയവദാന തട്ടിപ്പ് നടത്തിയ കേസിൽ മുഖ്യപ്രതി നജീബിനായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. സംസ്ഥാന വ്യാപകമായി ഈ തട്ടിപ്പ് ശൃംഖല പ്രവർത്തിച്ചിരുന്നു എന്ന വ്യക്തമായ സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി അന്വേഷണം കൂടുതലിടങ്ങളിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉടൻ തന്നെ രൂപം നൽകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.